ഒന്ന് അരവിന്ദ് കേജ്രിവാളാണ് ഈ ഒരു പ്രസംഗം നടത്തിയത്. അന്ന് അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് തേടുന്നത് തനിക്ക് വേണ്ടിയല്ല, അത് അമിത്ഷായ്ക്ക് വേണ്ടിയാണ്. മുഴുവൻ സമയവും പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി ഉണ്ടായിരിക്കുകയില്ല, അമിത്ഷാ പ്രധാനമന്ത്രിയായിട്ട് വരും. ഇങ്ങനൊരു പ്രസംഗം നടത്തിയിരുന്നു. അന്ന് തന്നെ BJP കേന്ദ്രങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. അമിത്ഷാ തന്നെ അതിന് മറുപടി കൊടുത്തതാണ്. JP നഡ്ഡയും അതിന് മറുപടി അന്ന് പറഞ്ഞതാണ്. അങ്ങനെയല്ല കാര്യങ്ങളെന്ന്. എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രസംഗം അരവിന്ദ് കേജ്രിവാൾ നടത്താൻ ഇടയായത്? മോദി ഇതാ വിരമിക്കാൻ പോവുകയാണ്. അത് സെപ്റ്റംബറിൽ 2025 സെപ്റ്റംബറിൽ 75 വയസ്സ് തികയുമ്പോൾ അദ്ദേഹം പദവി ഒഴിഞ്ഞു പോകും എന്നുള്ള ഒരു മുൻധാരണ എങ്ങനെ ഉണ്ടായി? 2024 മെയ് മാസം 12-ാം തീയതിയാണ് അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. അതായത് 2025 സെപ്റ്റംബർ മാസം 75 വയസ്സ് തികയാൻ പോകുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുകയില്ല എന്നും അമിത്ഷായാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറുന്നത് എന്നും അരവിന്ദ് കെജ്രിവാൾ നേരത്തെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്ത്യയിൽ നടമാടുന്ന ആ ഏകാധിപത്യം അത് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തും നരേന്ദ്രമോദി ആ ഏകാധിപത്യം നടപ്പിലാക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് മുൻപോട്ട് വയ്ക്കുവാനായിട്ടാണ് അത് പറഞ്ഞത്. അല്ലാതെ നരേന്ദ്രമോദിയെ ഏത് രീതിയിലെങ്കിലും ഒഴിവാക്കാൻ ഒരു വഴി എന്നുള്ള രീതിക്കൊന്നും അതിനെ ചിന്തിക്കുകയല്ല. അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും ധ്വംസനം ചെയ്തുകൊണ്ട് ഏകാധിപത്യം നടത്തുന്ന നരേന്ദ്രമോദി BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് നടത്തുന്ന ഏകാധിപത്യത്തെ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ അന്ന് ആ പ്രസ്താവന നടത്തിയത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, 2002 ഗോവയിൽ നടന്ന നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണെന്ന് തോന്നുന്നു. അന്ന് അടൽ ബിഹാരി വാജ്പേയി നരേന്ദ്രമോദി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് പറഞ്ഞുള്ള പ്രസ്താവനയും അത്തരം ചിന്തകളും ചർച്ചകളുമായിട്ട് മുമ്പോട്ട് വന്നപ്പോൾ നരേന്ദ്രമോദിയെ സംരക്ഷിച്ച് കൂടെ നിർത്തിയത് LK അദ്വാനിയാണ്. അതായത് നരേന്ദ്രമോദിയെ രാഷ്ട്രീയ രക്ഷകനായിട്ട് LK അദ്വാനി മാറിയെങ്കിൽ ആ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും മൂക്കുചെത്തി മൂലക്കിരുത്തുവാനായിട്ടാണ് മാർഗദർശക് മണ്ഡൽ എന്ന് പറയുന്ന ഒരു ബുദ്ധസദനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഇരുത്തിക്കൊണ്ട് ഇതിന്റെ മുഴുവൻ നേതൃനിരയും ഇല്ലാതാക്കിക്കൊണ്ട് ഈ BJPക്കകത്ത് മോദിക്ക് ഏകാധിപത്യപരമായിട്ട് നടമാടുവാനുള്ള വേദി ഒരുക്കുക എന്നുള്ളതാണ് 2014 മോദി പ്രസ്താവനയിലൂടെ ചെയ്തത്. 2013 11 വർഷങ്ങൾക്ക് ഇപ്പുറം ഗോവയിൽ നടന്ന നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് അദ്വാനിയോട് ഗോ, മോദിയോട് വാ എന്ന് പറയുന്ന ഒരു ഗോവ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് അത് മാറി എന്നുള്ളതാണ് അന്നത്തെ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം 2014 നരേന്ദ്രമോദി പറഞ്ഞത് 75 വയസ്സിന് മുകളിലുള്ളവര് എല്ലാവരും ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് അവര് വൃദ്ധസദനം എന്ന് പറയുന്ന അല്ലെങ്കിൽ മാർഗദർശക മണ്ഡൽ എന്ന് പറയുന്ന വൃദ്ധസദനത്തിലോട്ട് മാറ്റിക്കൊണ്ട് അങ്ങനെ ഒരു പരസ്യ പ്രസ്താവനയൊന്നും ഉണ്ടായില്ലല്ലോ, അത് വ്യാഖ്യാനങ്ങളായിരുന്നില്ലേ? 2014 മോദി പറഞ്ഞതാണല്ലോ 75 വയസ്സിന് മേളിലുള്ളവരൊന്നും പാർട്ടിയുടെ 2014 മോദിയുടെ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ, ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു റിപ്പോർട്ട് കാണിച്ചു തരൂ, നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്ന ഒരു റിപ്പോർട്ട് കാണിച്ചു തരൂ. നരേന്ദ്രമോദിയുടെ പ്രസ്താവന എന്ന രീതിയിൽ ഒരു പ്രസ്താവന കാണിച്ചു തരൂ. ഒരു പ്രസ്താവന മഞ്ജുഷ് കണ്ടിട്ടുണ്ടോ? മഞ്ജുഷ്, ഇല്ല, അങ്ങനെ പരസ്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ എക്സിക്യൂട്ടീവിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്താണെന്ന് അറിയില്ല. ഒരു പരസ്യ പ്രസ്താവന ഉണ്ടായിട്ടില്ല. അമിത്ഷാ 75 വയസ്സിന് മുകളിലുള്ള ആർക്കും തന്നെ ടിക്കറ്റ് കൊടുക്കാൻ പോകുന്നില്ല എന്ന് അമിത്ഷാ പറഞ്ഞ ഒരു പ്രസ്താവന തന്നെയാണോ? അതിൽ വ്യത്യാസമൊന്നുമില്ല. 2019 അതായത് 2013 നരേന്ദ്രമോദി കൃത്യമായിട്ട് കാര്യം 2019 അമിത്ഷാ പിന്നീട് ഓൺ ചെയ്തിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ അത് സത്യമായിട്ടുള്ള കാര്യമാണല്ലോ, അത് പത്ര റിപ്പോർട്ടുകളാണല്ലോ, അവിടെ യാതൊരു വ്യത്യാസവുമില്ലല്ലോ. 2019 അമിത്ഷാ പറഞ്ഞിട്ടുള്ള കാര്യം. ഒരു കാര്യം ഇവിടെ ചോദിക്കുന്നത്, ഇപ്പൊ മോഹൻ ഭഗവത് പറഞ്ഞതെന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാൾ 2024 മെയ് മാസം 12 നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറഞ്ഞ വാക്ക് തന്നെയാണ് മോഹൻ ഭഗവത് ഇപ്പൊ ആവർത്തിച്ചത്. പക്ഷെ മോഹൻ ഭഗവത്തിന് നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറയാനുള്ള ധൈര്യം ഉണ്ടോ ഇല്ലയോ എന്ന സംശയമാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ 75 വയസ്സിന് മുകളിൽ നിന്ന് അധികാരത്തിൽ നിന്ന് മാറണമെന്ന് മോഹൻ ഭഗവത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിയെ പറ്റി തന്നെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം അരിയാഹാരം കഴിക്കുന്ന രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ഇന്ത്യക്കാർക്കും ഉള്ളതാണ്. അതുകൊണ്ട് അത് നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറയാൻ പോലുള്ള ധൈര്യം മോഹൻ ഭഗവത് ഇല്ലെങ്കിൽ എത്രത്തോളം ഏകാധിപത്യം നരേന്ദ്രമോദി ഇതിനകത്ത് നടത്തുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്.